അപ്പോൾ ഗായ്സ് പുതിരുള്ളിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു BR റാങ്കോ ലോൺലു ഫോർ വീഡിയോസൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ തന്നെ ആർക്കും അറിയാത്ത അൾട്ടിമേറ്റ് ഗ്ലിച്ചസ്, ബഗ്, മിത്ത്, അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിന്ന് ഒരുമിച്ച് ഒരു വീഡിയോയിലാക്കി ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്കിത് ഈ സ്ഥലം എല്ലാ വർക്കാണ് ഒരു ഒറ്റ പ്ലേസ് ഉള്ളൂ, ട്രെയിനിങ് ഗ്രൗണ്ട്. ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിങ്ങൾ ആദ്യം വരാം. നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്രോണോ ബൈസ് നമുക്ക് കുറച്ച് ഇതിനകത്ത് കയറിക്കാം. ഈ ക്രോണോയുടെ ചുറ്റുമുള്ള ഡിസൈൻ കാണാൻ നല്ല സുഖമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. വേറെ വയലറ്റ് കളറിൽ കാണണേ, അതാണ് ബ്ലൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്നാലും മെയിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗണ്ണ് മേടിക്കാം. ഞാൻ എന്തായാലും ഇപ്പം ഫസ്റ്റത്തെ തന്നെ ഒരു മിത്താണ്, അത് നമുക്ക് ഇവിടെ തന്നെ കാണിച്ചു തരാം. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗണ്ണ് മേടിക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ M80Xഉം AWM-Y ആണ് മേടിച്ചത്. ഈ മീലീസിൽ പോയിട്ട് ഒരു പാൻ മേടിക്കുക. പാൻ എന്ന് വെച്ചാൽ ബാക്കിൽ കൂടി പാൻ ഇങ്ങനെ ബാക്കിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് അടി കിട്ടില്ല. ഓക്കെ, ബാക്കിൽ അടി കിട്ടിയാലും പാൻ പൊട്ടണമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഈ ക്രോണോ പോയില്ലേ, ഇതൊക്കെ ഉള്ളിട്ട് പോയിട്ട് ഫസ്റ്റത്തെ മിത്ത് ഞാനിപ്പോൾ കാണിച്ചു. ഇവിടെ തരുന്നത് ബ്ലൂ വാൾ സ്കിന്നല്ലേ, പക്ഷെ ഇത് പോക്കിമോനാണോ? ഇവിടെ പോക്കിമോനല്ലേ എൻ്റെ മുനക്കിട്ടിൽ. നിങ്ങൾ വിചാരിക്കും ഞാൻ ടെറ്റ്സോയ ഇട്ട് ഓടിപ്പോകത്തത്, കാരണം ഗ്ലിച്ചിന് ടെറ്റ്സോയ കാണാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് കളയുന്നില്ല, ഉപയോഗിച്ച് സ്മരണ അങ്ങ് ശരിയാവണല്ലോ. ഫസ്റ്റത്തെ ഗ്ലിച്ച് ഇപ്പം തന്നെ കാണിക്കാം. എടാ ഡേവ് ഇത് അടിക്കരുത്, അതിനകത്ത് ഫസ്റ്റ് ഗ്ലിച്ചല്ല, അതൊരു ബഗ്. എന്തിൻ്റെ കട മര്യാദയ്ക്ക് അനങ്ങാണ്ട് ഈ ഗരീനയ്ക്ക് അവിടെ കൊണ്ട് സ്പോണാക്കി എന്നെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ്? ഗരീനയ്ക്ക് അത് എവിടെ നിന്നാണ് അവൻ അടിച്ചത്? ഇവന്മാരുടെ മെയിൻ കുഴപ്പമാണ് മര്യാദയ്ക്കൊന്ന് ടീമപ്പ് ആവാൻ ചോദിച്ചാൽ അതും ഇല്ല. എന്നാൽ മര്യാദയ്ക്ക് അടിക്കല്ലേന്നും പറഞ്ഞ ഫൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി മര്യാദയ്ക്ക് ഓടിപ്പോണം. അടിക്കല്ലേന്ന് പറഞ്ഞമാരങ്ങ് അടിച്ചു കൊല്ലും. പിന്നെ എന്തിനാലേ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് പേരിട്ടാണ്, അത് വേറെ കാര്യം. എടാ അടിക്കല്ലേ ഇവന്മാർ ഏതെങ്കിലും കാട്ടിലോ മുക്കിലോ പോയിരുന്നിട്ട് അങ്ങ് അടിക്കുക സ്കോപ്പ് ചെയ്തിട്ട്. അത് ഇവന്മാർ എടാ അടിക്കല്ലോ അവൻ്റെ ട്രോഗൺ പൊട്ടില്ല, അതിൻ്റെ മണ്ടേക്ക് അറിയൂ കായ്സ്. മൂഞ്ചി നമ്മുടെ പ്ലാനാവും മൂഞ്ചി കുത്തി കേസ്, മൂഞ്ചി തെറ്റി കിട്ടിയിട്ടുണ്ട്. ഒന്നും നോക്കല്ല അവിടെ. ഓ പൊക്കിമോൻ നമ്മൾ സേഫറാണ്. അതുവരെ ഗ്ലൂ ആയിട്ടിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് അടിക്കല്ലേ എന്നാലും അവനൊന്ന് കൊന്നു കിട്ടണം. ഓ മറ്റവനാടെ ഗ്ലൂ ആട്ട് അടിച്ചവൻ ആരുടെ ഇവനാ സ്കോപ്പിട്ടടിക്കണോ? സ്കോപ്പിട്ടടിച്ചവൻ എന്ത് ചെയ്യും? അവനെ നമുക്ക് സ്കോപ്പിട്ട് ആദ്യം തീർക്കാം മോനെ. അവനവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. പ്ലീസ് നമുക്ക് അവന് റിവെഞ്ച് കൊടുക്കണം. എനിക്ക് ആ ടച്ചൂടെ എബിലിറ്റി ഞാൻ കളയാണ്ട് വെച്ചാൽ ഒരു ഗ്ലിച്ച് ചെയ്യാനാണ് ബൈസ്. നമുക്ക് എന്തായാലും അടി ഗരീനി ഇത് എന്നടത് പല സ്ഥലത്തേക്ക് അവൻ അറിഞ്ഞിട്ടില്ല. പാവ മൂഞ്ചി തെറ്റിയിരുന്നു ഗൈസ്. ചത്തോടെ അറിവേ വൈ. എടാ അടിക്കല്ലേ കേറി വരും കേട്ടോ. ഇപ്പം അവനെ കൊന്നില്ലെങ്കിൽ നമുക്കിട്ട് നല്ല പണി കിട്ടും. താങ്ക്സ് ടാ മോനെ, അതുകൊണ്ട് നിന്നെ അങ്ങ് തീർത്തു വിടാട്ടോടാ. നീ ഒന്ന് നീടുണ്ടായിരുന്നെങ്കിൽ എടാ ദേവി ഇത് ആരടിക്കല്ലേ ഒന്നിൻ്റെ മണ്ട. ഗൈസ് നമുക്കിനി കയറിയിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരമായി ഗൈസ്, നിങ്ങൾക്കിതൊരു 5 മിനിറ്റ് കാണത്തുള്ളൂ. ഇത് എഡിറ്റ് ചെയ്ത് തന്നെ എനിക്കല്ലേ ഏറ്റവും പാട്. വൈറ്റ് മിനിറ്റ് ഗൈസ്, ഇവിടെ നമ്മളൊന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ മതിൻ്റെ അപ്പുറത്ത് ട്രെയിനിങ് ഗ്രൗണ്ട് അപ്പുറം സൈഡാണ്. സൂക്ഷിച്ച് നോക്കിയേ മച്ചന്മാരെ. അപ്പുറത്താ ഇഷ്ടംപോലെ മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്. പിക്കപ്പ് എന്തായാലും അവൻ ചത്തില്ല, അങ്ങനെ തന്നെ വേണം ഗൈസ്. അവന് നമ്മൾ കൊന്നല്ലേ ഗൈസ്. നെക്സ്റ്റ് ഗ്ലിച്ച് അപ്പോൾ ഇതാണ് അടുത്തൊരു ബിത്താണ്. അപ്പോൾ ആ ട്രെയിനിങ് ഗ്രൗണ്ട് അപ്പുറത്തോട്ട് പോകുന്ന വീഡിയോയും കാലമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഗ്രൗണ്ട് അപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാനുള്ള വീഡിയോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി എൻ്റെ ചാനലിൽ മെൻഷൻ ചെയ്യാം. ചാനലിൽ മെൻഷൻ ചെയ്യാല ആ വീഡിയോ ഞാൻ എന്തായാലും ഇതുവഴി കിടക്കാൻ പറ്റില്ല. ആ വീഡിയോ ഞാൻ എന്തായാലും ഇത് ചെയ്യുന്നതായിരിക്കും.
ആ വീഡിയോ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. 1K ലൈക്ക് ഈ വീഡിയോയ്ക്ക് തരുവാണെങ്കിൽ ഞാൻ എന്തായാലും 1K ലൈക്കറുണ്ട്, ഒരു 1K വ്യൂസ് എങ്കിലും എന്താ ഗൈസ്, 1K വ്യൂസ് എങ്കിലും തരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഈ സംഭവം ചെയ്യുന്നതായിരിക്കും. അത് ചെയ്യാനുണ്ട് സാൻഡിന വേണം. സാൻഡിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ കറണ്ട്ലി ഇല്ല ഗൈസ്. അപ്പോൾ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നെക്സ്റ്റ് ഒരു എന്ത് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് സംഭവം ചെയ്യാൻ കറക്റ്റ് സ്ഥലത്താണ് വന്നെത്തിയത്. ഇവിടെ വെച്ചിട്ടാണ് ഗ്ലിച്ച് ചെയ്യേണ്ടത്. അത് ഇവനൊന്ന് തീർത്തോട്ടെ, നെറ്റ് പോകാൻ തോന്നുന്നില്ല. ഇവിടെ കിങ് അടിക്കരുത്. പറഞ്ഞ് തീർന്നില്ല. കൊണ്ടോടോ ഇന്നും പ്രോ പ്ലെയറാണ് അവൻ. ഇതോ ഗൈസ് അതാണ് അവൻ എന്നെ വല്ല ഹാക്കറുമാണോ? അത്ര അടി കൊടുത്തിട്ട് അവൻ എന്നിട്ട് 186 HP. ഗൈസ് ഇങ്ങനെയൊക്കെ EP പാടില്ല കേട്ടോ. EP ആവശ്യത്തിന് വേണം, എന്നാലും ഇതിന് മാത്രം EP ഒന്നും പാടില്ല. മെഡില്ല. നമ്മൾ ആദ്യം ഇതിന് മണ്ടേ കയറുക, എന്നിട്ട് ഓടി പൊട്ടിച്ച് അച്ചുയിട്ടിട്ട് ഒറ്റച്ചാട് അവിടെ എത്തിയിട്ട് നമ്മൾ അരികെ വഴി നീങ്ങി കയറി അപ്പുറത്ത് ആ ബിൽഡിങ്ങിലെത്താം. അതാണ് സംഭവം ട്രിക്ക്. അപ്പോൾ ഇതാണ് അടുത്ത ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളതെല്ലാം ചെയ്തോ, എന്നെക്കൊണ്ട് ചെയ്യാൻ വയ്യ ഗൈസ്, സംഭവം പറക്കാനുള്ള. അപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ട് അപ്പുറത്ത് കാണുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതാണ് ശരിക്കും ട്രെയിനിങ് ഗ്രൗണ്ട് അപ്പുറം കാണാമെന്നുള്ള ഐറ്റം കേട്ടോ. അതെല്ലാവരും പോയി ട്രൈ നോക്കണം. പക്ഷേ ഈ വഴി നമുക്ക് കടക്കാൻ പറ്റൂ, അത് കടക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ എന്നെ ചെയ്യേണ്ട ഗായ്സ്, വർക്കായിട്ട് വരുന്നില്ല. ഓക്കെ അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യം ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ലോബിയിൽ വരൂ ഗൈസ്. ബൈ ദ ബൈ നമ്മുടെ ഗൈസ്, ബൈ ദ ബൈ ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ച് പറയാൻ വന്നത്. ഗൈസ് ബൈ ദ ബൈ നമ്മുടെ വീഡിയോയിൽ അതിലൊക്കെ ഈ ട്രെയിൻ ഗ്രൗണ്ട് അപ്പുറത്ത് കിടക്കാൻ പറ്റുന്ന ഒരു ഗ്ലിച്ച് ഉണ്ട്, പക്ഷെ അത് ഫേക്ക്